Politics. Our Rashtriya India Pangana. India's foreign policy and her role in world affairs are based on the directive principles of state policy, which is the part of our Indian constitution. India's foreign policy in the Marine. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. ആർട്ടിക്കിൾ 51 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ lays down that the state shall endeavor to promote international peace and security, maintain just and honorable relations among nations, respect international law and treaty obligations, and settle international dispute by arbitration. ഇന്ത്യൻ ഭരണഘടനയുടെ 51 വകുപ്പ് അനുസരിച്ച് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറയപ്പെടുന്ന ഇപ്രകാരമാണ്: ദ സ്റ്റേറ്റ് ഷാൾ എൻഡവർ ടു പ്രൊമോട്ട് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. രാഷ്ട്രം അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ തയ്യാറാവണം. മെയിൻറ്റെയിൻ ജസ്റ്റ് ആൻഡ് ഓണറബിൾ റിലേഷൻസ് അമംഗ് നേഷൻസ്. രാഷ്ട്രങ്ങൾ തമ്മിൽ നീതിന്യായപരമായ ബഹുമാനപരമായ ബന്ധങ്ങൾ സ്ഥാപിക്കണം. റെസ്പെക്ട് ഇൻ്റർനാഷണൽ അന്താരാഷ്ട്ര നിയമത്തെ ബഹുമാനിക്കണം. ആൻഡ് ട്രീറ്റി ഒബ്ലിഗേഷൻസ് ആൻഡ് സെറ്റിൽ ഇൻ്റർനാഷണൽ ഡിസ്പ്യൂട്ട് ബൈ ആർബിട്രേഷൻ. സമാധാനപരമായ സഹവർത്തിത്തിൽ കൂടി അന്തർദേശീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. ഇതാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്ത് ചെയ്യുന്നത് പ്രതിപാദിക്കപ്പെടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. So with this principle, Nehru kept India out of power blocks and evolved the policy of non-alignment and the philosophy of Panchasheel, or peaceful existence of nations differing from one another in ideologies, in social, political and economic orders. ഈ ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യ എന്ത് ചെയ്യുന്നത് ഈ ലോകത്തിലെ 2 പവർ ബ്ലോക്സിൽ നിന്നും, അതായത് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ലോകം 2 ശാക്തിക ചേരികളായിട്ട് എന്ത് ചെയ്യുന്നു മാറുന്നു, അമേരിക്കയുടെയും സോവിയറ്റിൻ്റെയും നേതൃത്വത്തിൽ. അപ്പോൾ അതിൽ നിന്ന് ഇന്ത്യയെ പുറത്ത് കൊണ്ടുവരികയും അതിനുവേണ്ടി ഇന്ത്യ കൊണ്ടുവന്ന പോളിസിയാണ് ഏതാ നോൺ അലൈൻമെൻറ്റ് അഥവാ നാം. അതായത് ആരോടും ഒരു അലയൻസും ഇല്ല, ചേരാ നെയ്തർ ജോയിൻ വിത്ത് ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്സ് നോർ വിത്ത് സോഷ്യലിസ്റ്റ് ബ്ലോക്സ്. അപ്പോൾ ആ ഒരു പോളിസിയാണ് എന്ന് പറയുന്നത് നോൺ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ മറ്റൊരു പോളിസിയും കൂടി കൊണ്ടുവന്നത് പഞ്ചശീല പ്രിൻസിപ്പിൾസ്, പഞ്ചശീല തത്വങ്ങൾ. അതായത് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ഓഫ് നേഷൻസ്. ഇപ്പോൾ ഐഡിയോളജിക്കലായിട്ട് ലോകരാഷ്ട്രങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ സോഷ്യൽ എക്കണോമിക് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് കാര്യത്തിൽ ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിന്നുകൊണ്ട് ഒരു സമാധാനപരമായ സഹവർത്തിത്വം സ്ഥാപിക്കാനാണ് ആര് ശ്രമിച്ചത്, ഇന്ത്യ ശ്രമിച്ചത്. സോ ദിസ് ലെഡ് ടു ദ റൈസ് ഓഫ് തേർഡ് ഫോഴ്സ് ഇൻ ഇന്റർനാഷണൽ പോളിറ്റിക്സ്. അപ്പോൾ ഇത് ഒരു മൂന്നാം മുന്നണിയും ഒരു മൂന്നാം ലോക രാജ്യങ്ങളെ അന്തർദേശീയ തലത്തിലുണ്ടാക്കുവാൻ എന്ത് ചെയ്തു, ഇന്ത്യക്ക് സഹായിക്കുകയും ചെയ്തു. ദെൻ നെഹ്റു ആൾസോ ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് ബ്രിട്ടീഷ് കോമൺവെൽത്ത്. നമ്മൾ കണ്ടായിരുന്നതാണ് ബ്രിട്ടൻ്റെ കീഴിലുണ്ടായിരുന്ന കോളനികളുടെ ഒരു അസോസിയേഷനാണ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കോമൺവെൽത്ത് അസോസിയേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഹെഡായിട്ട് ഇന്ത്യ ആരെ തന്നെ ഹൈലൈറ്റ് ചെയ്തു, ബ്രിട്ടനെ എന്ത് ചെയ്തു. അപ്പോൾ അതിൻ്റെ സിംബോളിക് ഹെഡായിട്ട് ആരുണ്ടായിരുന്നു, ബ്രിട്ടൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊരു ഫ്രീ അസോസിയേഷനായിട്ട് കോമൺവെൽത്ത് കൺട്രീസിൻ്റെ ഒരു അസോസിയേഷനായിട്ട് എന്ത് ചെയ്തു നിലനിന്നു. അപ്പോൾ ഇതും നെഹ്റു കൊണ്ടുവന്ന മറ്റൊരു പോളിസി ആയിരുന്നു. ഇനി അണ്ടർ ഇന്ദിരാഗാന്ധിസ് ലീഡർഷിപ്പ് ഇന്ത്യ വാസ് സെലക്ടഡ് ചെയർപേഴ്സൺ ഓഫ് നോൺ അലൈൻഡ് കൺട്രീസ്. അപ്പോൾ ഇന്ദിരാഗാന്ധി നേതൃത്വത്തിൽ ഇന്ത്യ എന്ത് ചെയ്തു ഈ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റിൻ്റെ ചെയർപേഴ്സണായിട്ട് എന്ത് ചെയ്തു തിരഞ്ഞെടുക്കുകയുണ്ടാവുന്നു. സോ ഇന്ന് ലോകത്തിലെ പീസ് പ്രിസർവ് ചെയ്യുന്നതിൽ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്ന രാജ്യമായിട്ട് ആര് മാറിയിരിക്കുകയാണ്, ഇന്ത്യ മാറിയിരിക്കുകയാണ്. സോ ഇന്ത്യ ട്രൈഡ് ടു ബി ക്ലോസ് ആൻഡ് കോർഡിയൽ റിലേഷൻസ് വിത്ത് ഹർ നെയ്ബറിംഗ് കൺട്രീസ്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, നമ്മുടെ അയൽരാജ്യങ്ങളുമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നു നല്ലൊരു ബന്ധം ഇന്ത്യക്ക് സ്ഥാപിക്കുകയാണ്. സാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് സൗത്ത് ഈസ്റ്റ് അസോസിയേഷൻ ഓഫ് റീജിയണൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞ് സാർക്ക് കൺട്രീസ് എന്ന് പറഞ്ഞൊരു സംഘടന ഇന്ത്യയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുവഴി നമ്മുടെ അയൽപക്ക രാജ്യങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യ സൈൻഡ് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റീസ് വിത്ത് ഭൂട്ടാൻ, നേപ്പാൾ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഇറാഖ്. അപ്പോൾ ഇങ്ങനെയുള്ളത് ഇറാനായിട്ട്, ഇറാഖുമായിട്ട്, നേപ്പാളും ഭൂട്ടാനുമായിട്ടൊക്കെ ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി ഇന്ത്യ സൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇന്ത്യ ആൾസോ ഇൻവോൾവ് ഇൻ ശ്രീലങ്കൻ ഇഷ്യൂസ് ലൈക്ക് LTT പ്രോബ്ലംസ്. ഇപ്പോൾ LTT പ്രോബ്ലം പോലെയുള്ള ആ ഒരു ശ്രീലങ്കൻ ഇഷ്യൂസിലും ആരിടപെട്ടിട്ടുണ്ട്, ഇന്ത്യ ഇടപെട്ടിട്ടുണ്ട്. ദെൻ ഷി ആൾസോ ഹെൽപ്ഡ് ഇന്തോനേഷ്യ ടു അറ്റൈൻ ഇൻഡിപെൻഡൻസ് ഫ്രം ഡച്ച് ഡോമിനേഷൻ.
റഷ്യ ഡച്ചുകാരുടെ ഡോമിനേഷനിൽ നിന്നും ഇന്തോനേഷ്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ ആര് ശ്രമിച്ചിട്ടുണ്ട്? ഇന്ത്യ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഇന്ത്യ ആൾസോ കോൺട്രിബ്യൂട്ടഡ് ടു ദ ഫ്രീഡം ഓഫ് മെനി ഓഫ് ദി കൺട്രീസ് ഇൻ ഏഷ്യ, ആഫ്രിക്ക ആൻഡ് ലാറ്റിൻ അമേരിക്ക. അപ്പോൾ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ച രാജ്യമാണ് എന്ന് പറയുന്നത്. അതായത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുമായിട്ടൊരു പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ആര് നിലനിർത്തുന്നു? ഇന്ത്യ നിലനിർത്തുന്നുണ്ട്. ഇന്ത്യ ആൾസോ എൻറ്റേർഡ് ഇൻ ടു എക്കണോമിക് ആൻഡ് സയൻറ്റിഫിക് കൾച്ചറൽ അഗ്രിമെൻറ്റ്സ് വിത്ത് USA, USSR എക്സെട്ര. USA പോലെ USSR പോലെയുള്ള രാജ്യങ്ങളുമായിട്ട് സാമ്പത്തികവും ശാസ്ത്രീയവും സാംസ്കാരികപരവുമായിട്ടുള്ള കരാറുകളിൽ ഇന്ത്യ എന്ത് ചെയ്യുന്നു? ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇനി So India was anxious to be on friendly terms with Pakistan in spite of the legacy of partition, inflow of refugees and Pak intervention in Kashmir. ഇപ്പോൾ കാശ്മീരിൽ പിന്നെ അടുത്ത് ഇൻഡോ പാക് റിലേഷൻ നമ്മൾ കാണുന്നു. അപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഇപ്പം കാശ്മീർ ഇഷ്യൂ നമ്മൾ പറയുന്നു. അതുപോലെ തന്നെ റെഫ്യൂജീസിൻ്റെ ഇൻഫ്ലോ, അഭയാർത്ഥികളുടെ കടന്നുവരവ്, പാർട്ടീഷൻ പ്രോബ്ലം, ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂ ഉണ്ട് എങ്കിൽ പോലും India maintained a friendly relationship with Pakistan. So she adhered faithfully to the provisions of Tashkent Agreement, which was ended Indo-Pak War in 1965. 1965 ഇൻഡോ-പാക് വാർ അവസാനിക്കുവാൻ വേണ്ടി തയ്യാറാക്കിയ താഷ്കന്റ് എഗ്രിമെൻറ്റിലും ഇന്ത്യ പാകിസ്ഥാനോട് എന്ത് ചെയ്തു? സൈൻ ചെയ്യുകയുണ്ടാവുന്നു. അതിനുശേഷം 1971 So there was a renewal of enmity between India and Pakistan. ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ രണ്ടാമത് പ്രശ്നം ഉണ്ടായപ്പോഴാണ് 1971 ബംഗ്ലാദേശ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ടായിരുന്നു. കാരണം പാകിസ്ഥാൻ രണ്ടായിട്ട് എന്ത് ചെയ്തു? ഡിവൈഡ്, ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും. ഇപ്പോൾ ഈസ്റ്റ് പാകിസ്ഥാനിൽ ഷെയ്ഖ് മുജീബ് റഹ്മാൻ്റെ നേതൃത്വത്തിലുള്ള അവാമി ലീഗിന് എന്ത് ചെയ്യുന്നു? ഭൂരിപക്ഷം കിട്ടുന്നു. അപ്പോൾ അവിടെ ഗവൺമെൻറ് ഉണ്ടാക്കുവാൻ വെസ്റ്റ് പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നില്ല? തയ്യാറാവുന്നില്ല. അപ്പോൾ അതിന് ഇന്ത്യയുടെ സഹായമാർ മുജീബ് റഹ്മാൻ സ്വീകരിക്കുകയും അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകുന്നു. ആ ഒരു യുദ്ധം 1971-72 യുദ്ധമാണ് പിന്നീട് എന്ത് കാരണമായത്? ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യത്തെ എന്ത് ചെയ്യാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഇന്ത്യക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ അതിനകത്ത് ഉണ്ടായെങ്കിൽ പോലാണ് ഒരുപാട് ഏകദേശം 2 കോടിയോളം റെഫ്യൂജീസ് അവിടെ നിന്ന് ബംഗ്ലാദേശിൽ നിന്ന് ഇവിടേക്ക് ഇന്ത്യയിലേക്ക് വന്നു. അപ്പോൾ ഇവരേക്ക് ഇന്ത്യക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ടി വന്നു എങ്കിൽ പോലും ആ യുദ്ധത്തിൽ ഇന്ത്യക്ക് വിജയിക്കാൻ കഴിഞ്ഞു. ബംഗ്ലാദേശ് എന്ന് പറയുന്ന പുതിയൊരു രാജ്യം ഉണ്ടാക്കാൻ എന്ത് ചെയ്തു? ഇത് സഹായിക്കുകയും ചെയ്തു. ദെൻ ഇറ്റ് ആൾസോ മെയിൻലി ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് വിത്ത് ചൈന. ചൈനയുമായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു സൗഹൃദ ബന്ധം ഇന്ത്യ നിലനിർത്തിക്കൊണ്ടു പോകുന്നു. സോ ഷി വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് കൺട്രീസ് ടു റെക്കഗ്നൈസ് ദ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയെ ലോകത്തിൽ ആദ്യമായി അംഗീകരിച്ച രാജ്യങ്ങളിലൊന്നായിരുന്നു ഏതാ? ഇന്ത്യ എന്ന് പറയുന്നത്. And India also stood for her admission to United Nations Organization. ചൈനയ്ക്ക് UN-ൽ സ്ഥിര അംഗത്വം നേടിക്കൊടുക്കുന്നതിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു പങ്ക് വഹിച്ച രാജ്യമാണ് ആരാ? ഇന്ത്യ എന്ന് പറയുന്നത്. സോ ഇൻസ്പൈറ്റ് ഓഫ് ചൈനയ്ക്ക് UN-ൽ സ്ഥിര അംഗത്വം നേടിക്കൊടുക്കുന്നതിലാണ്. പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ആർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്? ചൈനയ്ക്ക്. അപ്പോൾ ആ UN-ൽ അംഗത്വവും അതുവഴി എന്താണ് ആ ഒരു സ്ഥിര അംഗത്വം നേടിക്കൊടുക്കാൻ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? മുൻകൈയെടുത്ത് പ്രവർത്തിച്ചു. Then India also stood forth, so in spite of her efforts to keep cordial relation with her, an intimate personal relationship between Pandit Jawaharlal Nehru and Chinese Premier Zhou Enlai. എന്താണ്? അപ്പോൾ ഇങ്ങനെ ഒരു ബന്ധമുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് എന്താ? ഒരു കോർഡിയൽ, ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്, ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട്ഷിപ്പ് ചൗ എൻലായി, ചൈനീസ് പ്രീമിയറായ ചൗ എൻലായി ജവഹർലാൽ നെഹ്റു ഉണ്ട്. അവരാണ് എന്താ? പഞ്ചശീൽ അഗ്രിമെൻ്റ് എന്ത് ചെയ്യുന്നത്? ഒപ്പുവയ്ക്കുന്നത്. അപ്പോൾ സോ ഇന്ത്യ മെയിൻറ്റെയിൻ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് വിത്ത് ചൈന. ചൈനയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു നയതന്ത്ര ബന്ധം ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്? ഇവൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറ്റേ ദലൈലാമ ഇഷ്യൂ അതൊക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും എന്താണ്? ഒരു നല്ല റിലേഷൻഷിപ്പ് ഇന്ത്യക്ക് എന്ത് ചെയ്യും? ആരുമായിട്ടും ചൈനയായിട്ടും കീപ്പ് ചെയ്യുന്നുണ്ട്. Then in her relationship with the great powers, the USA and USSR, India's relationship with the USSR had been always warm and cordial. അപ്പോൾ അതുപോലെ തന്നെ എന്താണ്? ഇന്ത്യ ആൾസോ മെയിൻറ്റെയിൻ എ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് വിത്ത് USSR ആൻഡ് USA, എസ്പെഷ്യലി വിത്ത് USSR. USSRുമായിട്ട് എന്താ? വളരെ ഒരു അടുത്ത ബന്ധം. ശരിക്കും പറഞ്ഞാൽ ഒരു വാം, ഒരു കോർഡിയൽ
റിലേഷൻഷിപ്പാണ് ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ യു എസ് തമ്മിലാണ്. ഇന്ത്യയിലെ ഇപ്പോഴും ഈ 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആരുടെയാണ്? റഷ്യയുടെ 5 ഇയർ പ്ലാൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു മിക്സഡ് എക്കണോമിക് സിസ്റ്റം ഫോളോ ചെയ്യുന്നതിനൊക്കെ ഇന്ത്യക്ക് പിന്നെന്താ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള റഷ്യയാണ്. ഇപ്പോഴോ എന്തോ ഞാൻ നോക്കിയിട്ടുള്ളത് ഓർക്കുന്നില്ലത്. സോ റഷ്യ ഹാഡ് പ്രൂവ്ഡ് ഹെർസെൽഫ് എ ഫ്രണ്ട് ഇൻ നീഡ് ആൻഡ് സച്ച് എ ഫ്രണ്ട് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യ ചൈന അല്ല ഇന്ത്യ സോവിയറ്റ് യൂണിയൻ ബന്ധം എന്ന് പറയുന്നത് എന്താണ്? എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഇൻഡീഡ്. ആ ഒരു ബന്ധമാണ്. ആൻഡ് സ്റ്റുഡ് ബൈ ഇന്ത്യ ഇൻ മൊമെൻറ്റ്സ് ഓഫ് ഡിസ്ട്രസ് ആൻഡ് ട്രബിൾ. അതായത് പ്രശ്ന സമയത്ത് എല്ലാം എന്താ ഇന്ത്യയോടൊപ്പം എന്താണ് ഉണ്ടായിട്ടുണ്ട്. Then during Indo-Pak War of 1971, President Nixon's attempt to threaten India and boost the shadowing morale of Pakistani troops by sending US 7th Fleet to Indian Ocean brought India closer to the former Soviet Union. 1971 പിന്നെ ഇന്ത്യ പാക് യുദ്ധം ഉണ്ടായപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന റിച്ചാർഡ് നിക്സൺ അദ്ദേഹത്തെയാണ് അവിടെ വാട്ടർ ഗേറ്റ് സ്കാനൽ വഴി എന്ത് ചെയ്തത് ആദ്യമായിട്ട് അമേരിക്കയിൽ ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പാകിസ്ഥാനെ സഹായിക്കാൻ തയ്യാറാവുന്നു. അപ്പോൾ അവരുടെ അമേരിക്കയുടെ സെവൻത് ഫ്ലീറ്റ് എന്ന് പറയുന്ന ഒരു സൈനിക വ്യൂഹത്തെ ഇന്ത്യൻ ഓഷനിലേക്ക് പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി എന്ത് ചെയ്തു അയച്ചു കൊടുത്തു. പക്ഷെ ആ സമയത്ത് ഇന്ത്യയും സോവിയറ്റ് യൂണിയനും നമ്മൾ എന്ത് ചെയ്യുന്നു ഇൻഡോ സോവിയറ്റ് പീസ് ട്രീറ്റി എന്ത് ചെയ്യുന്നു സൈൻ ചെയ്യുകയുണ്ടാകും. സോ റഷ്യ ഹാഡ് ആൾവേസ് സ്റ്റുഡ് ഗിബ്രാൾട്ടർ ലൈക്ക് അഗനിസ്റ്റ് ദ മൂവ് ഓഫ് യു എസ്. അപ്പോൾ യു എസ് എയുടെ ആ ഒരു മൂവ്മെൻറ്റിനെതിരായിട്ടൊരു ഗിബ്രാൾട്ടർ പോലെയാണ് ആര് നിന്നത്? സോവിയറ്റ് യൂണിയൻ എന്താ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്നത്. ദെൻ എ നമ്പർ ഓഫ് ലോങ് ടൈം എഗ്രിമെൻറ്റ്സ് ഓൺ എക്കണോമിക് ആൻഡ് ടെക്നിക്കൽ കൊളാബറേഷൻ ഹാഡ് ബീൻ സൈൻഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് യു എസ് ആർ. ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിൽ സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും ഒരുപാട് കരാറുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഒപ്പുവയ്ക്കുന്നുണ്ട്. ദെൻ 1991 സോവിയറ്റ് യൂണിയൻ ഡിസിൻറ്റഗ്രേഷൻ സംഭവിക്കുന്നു. ആഫ്റ്റർ ദ ഡിസിൻറ്റഗ്രേഷൻ ഇന്ത്യ മെയിൻറ്റെയിൻ എ ഫ്രണ്ട്ലി ആൻഡ് എ കോർഡിയൽ റിലേഷൻഷിപ്പ് വിത്ത് റഷ്യയുമായിട്ട് ഒരു ബന്ധം ഇപ്പോൾ ഇന്ത്യ എന്ത് ചെയ്യുന്നു നിലനിർത്തുന്നുണ്ട്. ഇനി ഇന്ത്യയും യു എസ് എയുമായിട്ടുള്ള ബന്ധം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ അൺസ്റ്റഡി കോഴ്സ് ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. എന്ന് വെച്ചാൽ ഉയർച്ചയും താഴ്ചയും ശരിക്കും കോൺസ്റ്റൻറ്റ് റിലേഷൻഷിപ്പ് അല്ലായിരുന്നു ആരൊക്കെ തമ്മിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു അപ്പ് ആൻഡ് ഡൗൺ റിലേഷൻഷിപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് സോ ദെയർ റിലേഷൻസ് വെയർ ഫ്രണ്ട്ലി ഡ്യൂറിങ് ദി ഏർലി ഡേയ്സ് ഓഫ് ഇന്ത്യസ് ഇൻഡിപെൻഡൻസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യകാലത്ത് ഇന്ത്യയും അമേരിക്കയും തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം എന്ത് ചെയ്യുന്നു ആ ഒരു ബന്ധം ഇല്ലാതാവുന്നു. ദെൻ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് യു എസ് എ മെയിൻറ്റെയിൻ എ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് വിത്ത് പാകിസ്ഥാനുമായിട്ട് ഒരു അടുപ്പ് ആര് കാണിച്ചു? ഇന്ത്യ കാണിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് അമേരിക്ക എന്ത് ചെയ്യുന്നത് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ആദ്യം അതായത് നേരത്തെ പറഞ്ഞ് റിച്ചാർഡ് നിക്സൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആദ്യത്തെ വാട്ടർ ഗേറ്റ് സ്കാനിൽ എൻഗേജ്മെൻറ്റ് ചെയ്ത പ്രസിഡന്റ്. അപ്പോൾ അന്നത്തെ റിച്ചാർഡ് നിക്സൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഹെൻറി കിസിഞ്ചർ. അദ്ദേഹത്തെ ചൈന വഴി പാകിസ്ഥാനിലേക്ക് എന്ത് ചെയ്തു ഒരു സന്ദർശനം നടത്തുകയുണ്ടാകുന്നു. പക്ഷെ അതിനുശേഷം എന്ത് ചെയ്യുന്നു ഈ റൊണാൾഡ് റീഗൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിന് കുറച്ചൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ദെൻ ഡ്യൂറിങ് ദി ടൈം ഓഫ് ജോർജ് ബുഷ് സീനിയർ ആൻഡ് ആൾസോ ജൂനിയർ ഇന്ത്യ മെയിൻറ്റെയിൻ എ റിലേഷൻഷിപ്പ്. രണ്ട് പേരുടെ കാലഘട്ടത്തിൽ ഒരു കോർഡിയൽ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട് വെച്ച് പുലർത്തുന്നുണ്ട്. ദെൻ അതിനുശേഷം വരുന്ന ക്ലിൻ്റൺ ഇപ്പോൾ ബറാഖ് ഹുസൈൻ ഒബാമയുമായിട്ടും നല്ലൊരു റിലേഷൻഷിപ്പ് ആയത്. പക്ഷേ ഒരു പക്ഷേ ഇപ്പോൾ നമ്മുടെ മോഡി ഇതൊക്കെ അതിനകത്ത് നമുക്ക് ആടിയാവുന്നതാണ് ഈ റിലേഷൻഷിപ്പിൽ കറണ്ട് അഫയേഴ്സിൽ ചേർക്കാം. ഇപ്പോൾ മോഡി ഇപ്പോൾ അമേരിക്കൻ സന്ദർശനം ഇപ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശനം നടത്തിയതിനകത്ത് വെച്ചിട്ട് ഇന്ത്യയിലേക്ക് UNOയിൽ അംഗത്വം വേണം, ഇന്ത്യയുടെ അവകാശമാണെന്നൊരു വാദം വെച്ചിട്ടുണ്ട്. മേ ബി നാളൊരു പക്ഷേ എന്ത് ചെയ്യാം, ഇപ്പോൾ അമേരിക്കയുമായിട്ട് ഇപ്പോൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് നാളെ അമേരിക്കയുടെ പിന്തുണയോട് കൂടിയിട്ട് എന്ത് ചെയ്യാം ഇന്ത്യക്ക് UNOയിൽ അംഗത്വം കിട്ടിയേക്കാം. അപ്പോൾ ഈ മോഡി വന്നതിന് ശേഷം ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിൽ ഇന്ത്യ വളരെ മുൻപന്തിയിൽ ആണ്. ഈവൻ ഡെവലപ്മെൻറ്റ് ഇവിടെ ഇല്ല എങ്കിൽ പോലും ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് വളരെയധികം മോഡി എന്ത് ചെയ്യുന്നുണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവഴി ഒരു പക്ഷേ നല്ലൊരു
ഡെവലപ്മെൻറ്റ്സ് എന്ത് ചെയ്യാം, ഇന്ത്യക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ സ്ഥാനാർത്ഥി. അപ്പോൾ അതുപോലെ തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളുമായിട്ടൊക്കെ എന്താണ് നല്ലൊരു ബന്ധം ആർക്കുണ്ട്, ഇന്ത്യക്കുണ്ട്. പ്രത്യേകിച്ച് പിന്നെ ഈ ഫസ്റ്റ് കുവൈറ്റ് വാർ സമയത്തൊക്കെ എന്താ ഒരുപാട് ഹെൽപ്പ് ഇന്ത്യ ഈ അറബ് രാജ്യത്തിന് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ എടുക്കാം. അപ്പോൾ എല്ലാ രാജ്യങ്ങളുമായിട്ടും നല്ല ഒരു റിലേഷൻഷിപ്പ് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, ലോക രാജ്യങ്ങളിൽ മെയിൻറ്റെയിൻ ചെയ്യും. ഒരു പോസിറ്റീവ് അറ്റംപ്റ്റിൽ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം.